രജനേച്ചിയെ, രജനേച്ച്, രജനേച്ചിയെ. എടീ, നന്നതാ വിളിക്കുന്ന. ആ ഫോണ് കളിക്കുന്നവരും കൊണ്ടാ നോക്കിക്കൂടെ മനുഷ്യ. എന്താ വിജിലേ? ഞാനും മക്കളും കൂടി രാത്രി കിടക്കാൻ വരുവേ. അതിപ്പോ ചോദിക്കാണ്ടോ? ഈ മക്കള് സാധാരണ ഇവിടെ വന്ന് കിടക്കുന്നതല്ലേ? അതല്ല, ദിനകരേട്ടനുള്ളോണ്ട് മൂപ്പർക്ക് എന്തേലും പ്രശ്നോ? അല്ല വിജിലേ, ഞാനുള്ളോണ്ട് ഇപ്പൊ എനക്കെന്താ പ്രശ്നം? അത് നിശയില്ലെങ്കിൽ ഓളും മക്കളും രാത്രി ഇവിടെ വന്നാ കിടക്കല്. ഇതൊക്കെ എന്ത് ചോദിക്കാനാ വിജിലേ? ഇത് നിന്റെ കൂടി വീടല്ലേ? അതന്നെയാ ഞാനും ഇപ്പൊ ഓളോട് ചോദിക്കുന്നേ. അല്ല, പുതിയതൊന്നും കേക്കുന്നില്ലല്ലോ ഇപ്പൊ. നിഷേട്ടനും പറയുന്നേട്ട് ഇപ്പൊ ആരും ഒന്നും പറയുന്ന കേക്കുന്നില്ലാന്ന്. എന്തെന്നാടി? ഇവിടെ ഒരു കള്ളൻ ഇറങ്ങിണ്ടേ. നിങ്ങളൊന്നും പറഞ്ഞില്ല രജനേച്ചിയെ? കള്ളനോ? ആരാ? അത് കള്ളനൊന്നല്ലാന്ന് ആൾക്കാർ പറയുന്നത്. സീൻ സീൻ കാണാൻ. സീൻ കാണാ? മറ്റേ സീൻ. ഓ അങ്ങനെ. അപ്പൊ 2-3 ദിവസമായിട്ട് ഓനും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? ദിനകരൻ ജയിലിൽ നിറങ്ങിയ ഓനും അറിഞ്ഞിക്ക്. അല്ല, ഇവിടെ ഒരു പ്രമാണി ഉണ്ടായിനല്ലോ. അതാരാ? എന്താ ശിവാനെ? രജനേച്ചിയെ, ഞാൻ പോവാണേ. എടി, ഈ ഓനോട് പറഞ്ഞേക്കണം, മീശയും താടിയുമ്പോ ചാണാന്ന് പറഞ്ഞ് നടന്നാ പോരാന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കണ്ടോരെ മുന്നിൽ വെച്ച് വേണ്ടാത്ത വർത്താനം പറഞ്ഞോ. എന്തൊരു മനുഷ്യനാ ഇയാള്. ഓനെ പറഞ്ഞ നോക്ക് പിടിക്കൂല. ഓനുള്ള ഞാൻ കൊടുക്കടി. അല്ല ദിനകരേട്ടാ, ഇതിപ്പോ നിങ്ങൾ ഈ രാത്രിയിൽ കത്തിയും കൊടുവാളും മൂർച്ചയാക്കുന്നേ? ഏതോ തന്ത ഇല്ലാത്തോ കാരണം ബാക്കിയുള്ളവന്റെ ഉറക്കം പോയി കിട്ടി. ഓനെ പറ്റി ആലോചിച്ച് നിങ്ങളാരും ഉറക്കൊയ്യണ്ട. ഓനിനി മുറ്റത്ത് കാലുകുത്തിയ ഓന്റെ പണ്ട ഞാൻ പുറത്തെടുക്കും. അനക്കൊന്ന് കേക്കണടി, ദിനകരൻ 6 മാസം ജയിലിൽ കിടന്നതേ പേര് കേട്ട ഗുണ്ടകളുടെ ക്രിമിനൽസിന്റെ കൂടെയാ. ഇനി ഒരുത്തനെ കൊന്നിട്ട് തിരിച്ച് ജയിലിലേക്ക് പോകാനും ദിനകരൻ ഒരു മടിയിലിട്ടു. ഇതിപ്പോ പ്രശ്നാവോ? എനിക്കറിയില്ല ഇയാളിതിപ്പോ എന്താ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന്. ഞാൻ ആ പായ തട്ടി വിരിച്ചിണ്ട്. ഈ മക്കളും വന്ന് കിടക്കാൻ നോക്ക്. രജനേച്ചിയെ, ഒരു ഗുളി ഓടിക്കാനുണ്ടെന്ന്. ഇത്തിരി വെള്ളം തരി. ഇതെന്തിനാ നിങ്ങൾ ജനല് തുറന്നിടുന്നേ? ഇന്ന് തുറന്നിട്ടിട്ടാ കിടക്കുന്നത്. ആ കൊടുവാള് കാരണം തന്നെ മനുഷ്യരുടെ സമാധാനം പോയി കിടക്ക. അപ്പോഴാണ് ജനലും കൂടി അതങ്ങോട്ട് അടച്ചാളിന്ന്. ഇത് മാക്കോത്ത് ദിനകരന, അല്ലാതെ നല്ല തന്ത മണഗുണാഞ്ചനല്ല. ചേലക്കാട് കയറി കിടക്കടി. പിടിക്കാൻ പോലെ ഒരു ഉപദേശം. അങ്ങോട്ട് കയറി കിടക്കടി. കൂട്ടം വെച്ചാണ്. അങ്ങോട്ട് നീ കിടക്കടി. ബാക്കിയുള്ളവർ കിടക്കണ്ട ഇവിടെ. പാത്രം വീണ് ജനലിലെടുത്ത് ആരോ ഉണ്ട്. ജനലിലെടുത്ത നിങ്ങളൊന്ന് പതക്കെ നോക്കി. കൂട്ടുവാളെടുക്കട്ടെ. ബാക്കിൽ മറിഞ്ഞു നിന്നു. അതൊക്കെ നോക്കി സൂക്ഷിക്കണേ. എനിക്കറിയാം, പഠിപ്പിക്കണ്ട. ഞാനേ 6 മാസം ജയിലിൽ കിടന്നു. കയ്യില് പിന്നെ എന്താ
അല്ല ദിനകരേട്ടാ, നിങ്ങൾക്കിപ്പോ എന്താന്ന് പറ്റിയേ? പനിയാ മോളെ. ഇന്നലെ കിടക്കുമ്പോ ഒരു കുഴപ്പമില്ലേനല്ലോ. പെട്ടെന്ന് നമ്മളെ രാത്രി ഒരു പനി വന്ന്. ഇപ്പോഴത്തെ പനീന്റെ കാര്യമൊന്നും പറയാതിരിക്കാത്തയാ നല്ലേ. ശരിയാ. എപ്പോഴാ പനി വരാന്നൊന്നും പറയാനാവൂല. അല്ല മോളെ, ഇങ്ങനെ കിടന്നുറങ്ങിയാല് അന്നെ ആരെങ്കിലും എടുത്തുണ്ടായാ പോലും ഈ അറിയില്ലല്ലോ. ഇന്നലെ ഇവിടെ രാത്രി കള്ളം വന്നിട്ടുണ്ടായ ഒച്ചയും വിളിയൊന്നും ഈ അറിഞ്ഞില്ലല്ലോ. കള്ളനോ? ആ, ഇന്നലെ രാത്രി ഒരു പാത്രം വീഴുന്ന ഒച്ച ഇട്ടിട്ടാ ദിനകരേട്ടൻ എണീറ്റ് നോക്കിയത് അല്ലേന്ന്. ദിനകരേട്ടൻ കള്ളനെ കണ്ടത് ഒന്ന് അനങ്ങാനുള്ള സമയം ദിനകരേട്ടൻ കള്ളന് കൊടുത്തില്ല. ആ വാതില് തുറന്നും കാഞ്ഞിട്ട് ഇത് തുറക്കാൻ കൊലായിലെ വാൽ തുറക്കാൻ ഓടുക മോളെ. ഞാൻ പിടിച്ചിട്ടുണ്ടോ ഇയാളെ കിട്ടുന്ന്? അന്റെ അടുത്ത് പറ, എന്തൊക്കെയാ ഇയാള് കാട്ടിക്കൂട്ടിയെന്ന് എനിക്കറിയില്ല. ഒന്ന് ഒച്ചിട്ടിട്ട് ആരെങ്കിലും വിളിക്കാൻ നോക്കിയാ അതും സമ്മതിക്കില്ല. ഞാൻ അവസാനം പറഞ്ഞു, ഒരു കള്ളന്മാരല്ല, ഒരേ കയ്യില് കമ്പിപ്പാരെന്തെങ്കിലും ഉണ്ടാവൂലേ. അപ്പൊ എന്നോട് കൊടുവാളിങ്ങനെ വെച്ചിട്ട് എന്നോട് ചോദിക്കാ, നിന്റെ കയ്യിൽ എന്തെത്താ മുല്ലപ്പൂവോന്ന്. പൊന്നു മോളെ, പിന്നെ ഞാൻ കാണുന്ന എന്താ അറിയോ, മുറ്റത്ത് ദിനകരേട്ടനും കള്ളൻ തമ്മിലുള്ള യുദ്ധം. ശോ, ആ ഗുളിക കുടിക്കണ്ടില്ലായിരുന്നു. ഒരു കാര്യം ഉറപ്പാ, ഇനി ജീവനുള്ള കാലം ആ കള്ള ഈ മുറ്റത്ത് കാലുത്തൂല. അമ്മാതിരി ഒച്ചയാ കള്ളനോട് മൂപ്പരിട്ടത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് കള്ളൻ ഇനി ഈ പ്രദേശത്തേക്ക് കയറൂലെന്നാ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ദിനകരേട്ടന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന ഗുണ്ടകള് വേറെ ലെവലാ. ലേ, നിങ്ങക്ക് കേക്കണോ? മനുഷ്യൻ ഈ കള്ളം കാരണം ഉറക്കില്ലാഞ്ഞിട്ടേ ഡോക്ടറെ കാണിച്ച് ഗുളിക കുടിക്കുന്നുണ്ട്. അത് കുടിച്ചാ പിന്നെ സുനാമി വന്ന് എടുത്തുണ്ടായാലും ഞാനൊന്നും അറിയൂല. കഷ്ടായിപ്പോയി, എനിക്ക് കാണാൻ പറ്റിയില്ലാലോ. അതൊരു കണക്കിന് നന്നായിട്ടോ. ഇന്നലത്തെ പോലെയാണ് കള്ളം വന്നിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതെങ്കില് ഞാനും ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി കുടിക്കുന്നത് നല്ലതാ. എന്നാ കള്ളനായിട്ട് പിടിവലി കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് പനിച്ച്. എന്നാ ഞാൻ പോട്ടെ രജനീച്ചി, മക്കളെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. ആയിക്കോട്ടെ. ആയിട്ടാ 2 ഗുളി എനിക്ക് വാങ്ങിക്കൊണ്ടടി. ഒന്ന് മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനാടി. എന്തൊക്കെ അനക്കൊന്ന് കേക്കണടി. ദിനകരൻ 6 മാസം ജയിലിൽ കിടന്നതേ പേര് കേട്ട ഗുണ്ടകളുടെ ക്രിമിനൽസിന്റെ കൂടെ. ഇനി ഒരുത്തനെ കൊന്നിട്ട് തിരിച്ച് ജയിലിലേക്ക് പോകാൻ ദിനകരൻ ഒരു മടിയില്ലട്ടോ.